ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രത്തോളം കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ പരിപാലിച്ചു. അതിന് നമുക്ക് നന്ദി പറയാം. ഈ നല്ല ദിവസം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരവസരം കൂടി ലഭിച്ചല്ലോ. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ നമ്മുടെ കർത്താവിന് നന്നായി അറിയാം. അതിലാർക്കും ഒരു സംശയവും വേണ്ട. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഒരു മറുപടി ലഭിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് നമുക്കറിയാമല്ലോ. നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി നമുക്ക് വേണ്ടി വെളിപ്പെടും എന്നുള്ളത് നമ്മുടെ പ്രത്യാശയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ തൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ച സന്ദർഭം ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവപുത്രനാണെന്ന് ആ ശതാധിപന് നന്നായി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ സഹായത്തിന് വേണ്ടി കടന്നു വന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വീട്ടിലേക്ക് വരാം. എന്നാൽ യേശു പറഞ്ഞത്, ആ വാക്ക് കേട്ട് ആ ശതാധിപൻ അത്ഭുതപ്പെട്ടുപോയി. അവൻ പറഞ്ഞത്, യേശുവേ, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എനിക്കതിനുള്ള അർഹതയും യോഗ്യതയും ഒന്നുമില്ല. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു ആ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടുപോയി. കാരണം അന്നുവരെ തൻ്റെ കൂടെ തന്നെ അനുഗമിക്കുന്ന ഇസ്രായേൽ ജനത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ അതുപോലെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് യേശു കേട്ടിരുന്നില്ല. ദൈവത്തിൻ്റെ ജനമാണ്, താൻ അവരുടെ ദൈവമാണ് എന്നൊക്കെ ഹല്ലേലൂയ യേശുവിനറിയാം. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് ഇന്ന് വരെ ഈ ജനങ്ങളിൽ നിന്ന് യേശു കേട്ടിരുന്നില്ല. യേശു ആ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് പിന്തിരിഞ്ഞ് യേശു ജനത്തോട് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേൽ കൂടെ ഇതുപോലെയുള്ളൊരു വിശ്വാസത്തിൻ്റെ വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസം കാണുമ്പോൾ കർത്താവിന് കൂടുതൽ സന്തോഷമുണ്ടാകും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢത കർത്താവ് വേഗത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ആ ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്നാണ്. യേശുവിൻ്റെ ഒരു വാക്ക് അത് വെറും വാക്കല്ല, അത് അത്ഭുത സൗഖ്യം നൽകുന്ന വാക്കാണ്, അത്ഭുതകരമായി വിടുതൽ നൽകുന്ന വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ആ വാക്ക് കേട്ട് ആ ശതാധിപൻ പോയി. അവൻ ചെന്നപ്പോൾ തന്നെ അവൻ്റെ ബാല്യക്കാരൻ സുഖമായിരിക്കുന്നത് കാണുവാനിടയായി. ഈ ദിവസം പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ആ ശതാധിപൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കുമോ? അതെ, കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ഒരു വാക്ക് പറയണമേ, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു മറുപടി നൽകി തരണമേ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരും, എൻ്റെ രോഗത്തിന് സൗഖ്യം വരും, എൻ്റെ ഹല്ലേലൂയ ആമേൻ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, എനിക്ക് ഒരു ഹല്ലേലൂയ അനുഗ്രഹമുണ്ടാകും എന്ന് ഉറച്ച് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായിത്തീരും. ഇന്ന് നമുക്ക് ഹല്ലേലൂയ ധൈര്യത്തോടെ ആമേൻ ഹല്ലേലൂയ ആ വാക്ക് പറയാം, യേശുവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഹല്ലേലൂയ. ധൈര്യമായി ദൈവമക്കളെ അങ്ങനെ ഒരു വാക്ക് പറയുക. നിശ്ചയമായും ആ സെക്കൻഡിൽ തന്നെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും
യാതൊരു സംശയവും വേണ്ട. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ശതാധിപന് മാത്രമല്ല, നമുക്കും വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. അതിന് യാതൊരു സംശയവുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങൾക്കൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വസിക്കുക, ദൈവം എനിക്ക് വേണ്ടിയും ഒരു അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വരും ദിവസങ്ങളിൽ ആ അത്ഭുതം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവം ചെയ്ത ഉപകാരങ്ങൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവസരം ദൈവം ഒരുക്കി തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.